ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സുധി പഴയ സ്റ്റാഫുകളെ പിരിച്ചുവിടുകയാണ് സുധിയുടെ കടയിൽ നിന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ചോരയും നീരുമാണ് ഈ കട എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളതൊക്കെ പറയും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും, നിങ്ങളിതിൻ്റെ ഫലം അനുഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മളുടെ എഗ്രിമെൻറ്റ് പഴയ മുതലാളിയായിട്ടാണ്, ഞാൻ പുതിയ മുതലാളിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മിരട്ടാന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ വിളിക്കുമ്പോൾ 3 പേര് വരും. ഇതാണ് പുതിയ സ്റ്റാഫ്, എനിക്കിങ്ങനെ യങ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പുതിയ സ്റ്റാഫുകളാണ്, ചുറുചുറുക്കുള്ള സ്റ്റാഫുകളാണ് ആവശ്യം, അല്ലാണ്ട് ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ശപിക്കുകയാണ്. അവർ പറയുകയാണ് നിങ്ങളിതിനൊക്കെ അനുഭവിക്കും, നിങ്ങളൊന്നും ഇല്ലാത്തവനായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളൊരു വരും നിങ്ങളെ നോക്കി കളിയാക്കി ചിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണിക്കാർ ശാപവാക്കുകളൊക്കെ ചൊരിഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അപ്പോൾ ശ്രുതി ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് കൈ കൊടുക്കാനും ഷെയ്ക്കിൻ്റെ കൊടുക്കാനും കൺഗ്രാജുലേഷൻ ശ്രുതി ഇത്ര സ്ട്രിക്റ്റായിട്ട് സംസാരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല, ഇതുപോലെ തന്നെ പെരുമാറണം കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി കൈ കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ ശ്രുതി ഭയങ്കര ടയർഡാണ്. ശ്രുതി പറയുന്നത് ശ്രുതി എനിക്കൊന്ന് കിടക്കണം, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാൽ മതി, എനിക്ക് തീരെ വയ്യേ, മേല് വേദനിക്കണേ, കയ്യും കാലും വേദനിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ ആവലാതിയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചന്ദ്ര പറയണ ഒരു മിനിറ്റ് നിൽക്കുക പറഞ്ഞിട്ട് എന്താ ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ദൃഷ്ടിദോഷമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ആരതി ഒഴിഞ്ഞിട്ട് നിങ്ങളെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കയറ്റാൻ പോകുമ്പോൾ ശ്രുതി പറയാണ് അമ്മേ എനിക്കൊന്ന് കിടന്നാൽ മതി അമ്മേ, വേണ്ട അമ്മേ, ഒന്നും വേണ്ട, കുറേ നിങ്ങളവിടെ നിൽക്കുക പറഞ്ഞിട്ട് ചന്ദ്ര വേഗം ഓടിപ്പോവാണ് ആരതി എടുക്കുക. രവീന്ദ്രനെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് ചന്ദ്ര പോണത്. അപ്പോൾ രവീന്ദ്രൻ ഇതെന്തപ്പോൾ ഇത് ചന്ദ്രയ്ക്ക് സംഭവിച്ചെന്നൊക്കെ ചോദിക്കണം രവീന്ദ്രൻ. അങ്ങനെ ആരതി എടുത്തുകൊടുന്ന് ഒഴിയുമ്പോൾ സച്ചിൻ രേവതിയും വരുന്നുണ്ട് ഹാളിലേക്ക്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തപ്പോൾ ഇത് രാത്രി 9 മണിക്ക് ഒരു ആരതി ഒഴിയലൊക്കെ, ഇതൊക്കെ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആദ്യമായിട്ട് കാണാനല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ദൃഷ്ടിദോഷം മാറ്റണമെന്ന് പറയണ്ടോ, ഇവനോ ദൃഷ്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പറയണം അവന് തീരെ വയ്യ, കയ്യും കാലൊക്കെ വേദനയാണ്, ദൃഷ്ടിദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം ചന്ദ്രമതി സുധീന. അത് കഴിഞ്ഞിട്ട് സുധി അപ്പോഴേക്കും സോഫയിൽ കിടന്നു. ശ്രീകാന്ത് വന്നപ്പോൾ ശ്രീകാന്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അപ്പോൾ സുധിയേട്ടന് പോയി കുടിച്ചാൽ എന്താ ചോദിക്കുമ്പോൾ പറയണം എനിക്ക് തീരെ വയ്യടാ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാടാന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണ ഞങ്ങളും കഷ്ടപ്പെട്ട് ജോലി ചെയ്യണവരെ, ഞങ്ങളെ ആരും ആരതിയൊന്നും ഒഴിയണില്ലല്ലോ, നമ്മൾ ചെയ്യണ ജോലിയോട് അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്ത ഒരു വയ്യായിക്കും വരില്ലേ പറയണ സച്ചി രേവതി. അപ്പോൾ ശ്രീകാന്ത് പറയേണ്ടത് ശരിയാ, ഞാൻ ചൂടിൻ്റെ അടുത്ത് നിന്നിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയണം. ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് എൻ്റെ വർക്ക് ചെയ്യുന്നത് പറയണം. അപ്പോൾ വർഷയോട് സച്ചി ചോദിക്കും, വർഷ നീ എത്ര നേരം സംസാരിക്കുന്നുണ്ട് ഡബ് ചെയ്യാൻ? ഞാൻ എത്രയോ മണിക്കൂർ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല, ഞാനതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇരിക്കണം, കാരണം ഞാനൊരു എന്താ പറയുക ഒരു ട്രിപ്പ് പോകുന്ന മൂഡിലാണ് ഞാൻ ഡബ്ബിങ്ങിന് ഇരിക്കാറെന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയണം എനിക്ക് കസ്റ്റമേഴ്സിനോട് വായിട്ടളിച്ച് എൻ്റെ വായൊക്കെ വേദനിച്ചിട്ട് വയ്യ പറയുമ്പോൾ രേവതി പറയണം ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കാം സംസാരിക്കുമ്പോൾ വായ കഴിക്കുന്നു. അപ്പോൾ വർഷ പറയണം അപ്പോൾ എൻ്റെ വായൊക്കെ എത്ര കഴിക്കണം ശ്രുതിയേട്ടാന്നൊക്കെ പറയണം. അതൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി വന്ന് പിടിക്കുമ്പോൾ ശ്രുതിനെ മോളിക്ക് കയറ്റിക്കൊണ്ടുമ്പോൾ ഇവരൊക്കെ കളിയൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും എന്താ നിങ്ങൾക്കൊക്കെ എത്ര ചിരിക്കാനുള്ള ചോദിക്കുമ്പോൾ അല്ല ഓരോന്നും കണ്ടിട്ട് ചിരിച്ച് പോണതാണ് പറയുമ്പോൾ രവീന്ദ്രനും ചിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും കണ്ടിട്ട് ചിരിച്ച് പോണതാണ് എനിക്കറിയാം. അപ്പോൾ രേവതിയോട് നീ നന്നായി ചിരിച്ചു പറഞ്ഞിട്ട് രേവതിയെ കളിയാക്കുമ്പോൾ രേവതി പറയണം എനിക്കറിയാം അമ്മ ഇപ്പോൾ മനസ്സിൽ ചിരിക്കാമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി അതിന് രേവതിനെ വഴക്ക് പറയണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു ശ്രുതിയോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറയുന്നത് ചന്ദ്രമതി റൂമിൽ വന്നിട്ട്. അപ്പോഴേക്ക് ശ്രുതി ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റി കണ്ടില്ല ഡ്രസ്സ് മാറ്റി അങ്ങനെ കിടന്നുറങ്ങാൻ കുളിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയണം ശ്രുതി. അപ്പോൾ പറയണം അവനെ വിളിച്ചിട്ട് താഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ പറയും എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതിനെ വിളിച്ച് ശ്രുതി വായോ ഭക്ഷണം കഴിക്കാൻ എനിക്ക് വേണ്ട ശ്രുതി നീ പൊക്കോ എന്നൊക്കെ പറയണം ശ്രുതി. അപ്പോൾ ശ്രുതി പറയണം എങ്ങനെ ശരിയാവും, ഇവിടെ സച്ചി രേവതിയല്ലേ കിടക്കേണ്ടത്, നമ്മൾ ഹാളിലല്ലേ കിടക്കേണ്ടത്, നീക്ക് ശ്രുതി ഇല്ലെങ്കിൽ മോശമാണെന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി ഞാനൊന്ന് കിടക്കട്ടെ എൻ്റെ പൊന്നെ, എന്നെ ശല്യപ്പെടുത്തല്ലേടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ശ്രുതി തിരിഞ്ഞടക്കാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി വന്നില്ലേ ചോദിക്കും ചന്ദ്രമതി. ഇപ്പോൾ ഇല്ല ശ്രുതി ഉറങ്ങിയ ആൻറ്റി പറയണം. അപ്പോൾ സച്ചി പറയാം അതെങ്ങനെ ശരിയാവും, ഞങ്ങളെല്ലാ റൂമിൽ കിടക്കേണ്ട, അവനോട് നീക്കാൻ പറയാമെന്ന് പറയണം. അപ്പം ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി നീപ്പിച്ചോളാം പറയണ ശ്രുതി. അങ്ങനെ അതെ ഞങ്ങളവിടെ കിടക്കണം, ഞങ്ങൾ അന്നത്തെ വേഗം അവനെ വിളിച്ച് നീപ്പിച്ചില്ല, ഞങ്ങൾ ചവിട്ടി പുറത്തിടുന്നൊക്കെ പറയണ സച്ചി. അപ്പോൾ ശ്രുതി ഭക്ഷണം കഴിക്കാതെ നേരെ തിരിച്ച് റൂമിൽ തന്നെ പോയിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതിനെ വിളിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് വയ്യ ശ്രുതി, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഹാളിൽ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ എന്തിനാ ഈ റൂം ഒഴിഞ്ഞു കൊടുക്കണം, അവർ വേണമെങ്കിൽ ഹാളിൽ കിടന്നോട്ടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം ശ്രുതി. ആ സമയത്ത് സച്ചി കുറേ നേരമായി വെയിറ്റ് ചെയ്യണം, ഇവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരണാണല്ലോ. അപ്പോൾ രേവതി കുടിക്കാനുള്ള വെള്ളം കൊണ്ട് വന്നപ്പോൾ എന്താ സച്ചിയായിട്ട് അവർ റൂം തുറന്നില്ലേക്ക്. അപ്പോൾ ഇല്ല ഇപ്പോൾ ശരിയാക്കി തരാം എന്താ ശ്രുതി വിളിച്ചിട്ട് റൂമിൻ്റെ വാതിലുമ്പോൾ തട്ടുമ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കും എന്താ ചോദിക്കും. അപ്പോൾ പറയും
ഞങ്ങളല്ലേ ഇവിടെ കിടക്കണ്ട, അവനോട് എഴുന്നേക്കാൻ പറയാം. അപ്പോൾ പറയണം, അയ്യോ ശ്രുതി ഉറങ്ങിപ്പോയി, ഇനി എഴുന്നേൽപ്പിക്കാൻ വലിയ പാടാന്ന് പറയുന്നത് ശ്രുതി. ആഹാ, ഞാൻ അവനെ ചവിട്ടി പുറത്തിട്ടോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി വാതിൽ തുറക്കാൻ പോണ സമയത്ത് രേവതി വേണ്ട സച്ചിയേട്ടാ, നിൽക്ക് നമുക്ക് താഴത്ത് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് രേവതി തടയണ സമയത്ത് രവീന്ദ്രനും ചന്ദ്രനും കൂടി മോളിക്ക് കയറി വന്നിട്ട് എന്താ അവിടെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയണു രവീന്ദ്രൻ, അച്ഛൻ ഞങ്ങളല്ലേ ഇവിടെ കിടക്കേണ്ടത്, ശ്രുതി അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി അതിന് രേവതിനെ കുത്തുവാക്ക് പറയുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി നാളെ വരാം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്